ഈ ഇബ്രാഹിം നിങ്ങളുടെ കൂടെ ഉള്ളപ്പോഴാണോ നിങ്ങൾ എന്നോട് ഫത്വ ചോദിച്ചു വരുന്നത്? തൻ്റെ അടുക്കൽ ഫത്വ ചോദിച്ചെത്തിയ ഒരു കൂട്ടം ആളുകളോട് ഇമാം സഈദ് ഇബ്നു ജുബൈർ റഹ്മത്തുള്ളാഹി അലൈഹി നൽകിയ മറുപടി ഇങ്ങനെയാണ്: ജനങ്ങൾക്കിടയിൽ അതിലളിതമായി ജീവിച്ച് എന്നാൽ ഇറാഖി ഫിഖ്ഹിന് വളരെ സമഗ്രമായ ഒരു ലോജിക്കൽ ചട്ടക്കൂട് നൽകിയ ഇസ്ലാമിക ചരിത്രത്തിലെ ജ്ഞാനി ഇമാം ഇബ്രാഹിം അന്നഖഈ. ഹിജ്റ 47 കൂഫയിലാണ് ഇബ്രാഹിം ജനിച്ചത്. തൻ്റെ അമ്മാവനായ അൽഖമയിൽ നിന്നാണ് പ്രധാനമായും വിദ്യ തേടുന്നത്. കൂഫയിൽ വെച്ച് ഇബ്നു മസ്ഊദ് റളിയല്ലാഹുനുവിൻ്റെയും അലി റളിയല്ലാഹുനുവിൻ്റെയും ഫത്വകൾ അദ്ദേഹം ഒരുമിച്ചാണ് പഠിക്കുന്നത്. അദ്ദേഹം ക്രോഡീകരിച്ച കിതാബുൽ ആസാർ എന്ന കർമ്മശാസ്ത്ര തത്വങ്ങളാണ് പിന്നീട് ഇമാം അബൂ ഹനീഫ തൻ്റെ ഖിയാസ് അഥവാ യുക്തിപൂർവകമായി കൂടി ഫിഖ്ഹ് നിർമ്മിക്കാൻ, വ്യാഖ്യാനിക്കാൻ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഫഖീഹുൽ ഇറാഖ് എന്ന് അറിയപ്പെടുന്നുണ്ട്. പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ അതിനുള്ള പരിഹാരം ഫിഖ്ഹിലൂടെ കാണുക എന്നതായിരുന്നു ഇബ്രാഹിം നഖഈയുടെ ശൈലി. പ്രശസ്തി അദ്ദേഹം സദാസമയവും ഭയപ്പെട്ടിരുന്നു എന്നാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഹുനൈദ പറയുന്നതനുസരിച്ച് അദ്ദേഹം ഒരു ദിവസം നോമ്പ് നോൽക്കുകയും പിറ്റേ ദിവസം നോമ്പ് ഒഴിവാക്കുകയും ചെയ്തിരുന്നു. ഭരണാധികാരികളിൽ നിന്ന് അകന്ന് ജീവിക്കാൻ ഇഷ്ടപ്പെട്ട അദ്ദേഹം ജനങ്ങൾ കൂട്ടമായി തൻ്റെ അടുക്കൽ വരുന്നത് എപ്പോഴും ഭയപ്പെട്ടിരുന്നു എന്നാണ്. അദ്ദേഹത്തെ ഖാളിയാക്കി നിയമിക്കാൻ ഭരണാധികാരികൾ ആഗ്രഹിച്ച സമയത്തൊക്കെയും അവരിൽ നിന്ന് അകന്ന് ജീവിക്കാനാണ് അദ്ദേഹം ഇഷ്ടപ്പെട്ടത്. ഹിജ്റ വർഷം 96 തൻ്റെ 49-ാം വയസ്സിൽ ഈ ലോകത്തോട് വിട പറഞ്ഞ അദ്ദേഹം വിജ്ഞാന രംഗത്തെ ഇസ്ലാമിക ചരിത്രത്തിലെ മഹാ തേജസ്സാണ്.